ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അമ്മാ ബഅദ്. അതിരാവിലെ വെറും വയറ്റിൽ വായയിൽ ഉമിനീരൊക്കെ ഉണ്ടായിരിക്കെ അങ്ങനെ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ്, വായ വൃത്തിയാക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കരുത്. അതായത് ലാ തഷ്റബിൽ മാ അലരീഖ്, വെറും വയറ്റിൽ നീ വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു വചനമുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് മൻ ശരിബൽ മാ അലരീഖ് ഇൻതഖസത് ഖുവ്വതുഹു, അതിരാവിലെ വെറും വയറ്റിൽ ഉറക്കം ഉണർന്ന ഉടനെ അങ്ങനെ വെള്ളം ആരെങ്കിലും കുടിച്ചാൽ അവൻ്റെ ശക്തി കുറയും. ഇങ്ങനെ രണ്ട് വചനങ്ങൾ കൊടുക്കുകയാണ്. ആ വചനങ്ങൾ കൊടുത്തിട്ട് പറയുകയാണ് വകിലാഹുമാ, അവ രണ്ടും സനദുഹു ലഈഫുൻ, അതിൻ്റെ സനദ് നിവേദക പരമ്പര ദുർബലമാകുന്നു. ഇത് മഹാനായിട്ടുള്ള ഇസ്മായിൽ ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാദി അബുൽ ഫിദാ എന്ന് പറയുന്ന പണ്ഡിതൻ്റെ കശ്ഫുൽ ഖഫാവ മുസീലുൽ ഇൽബാസ് എന്ന് പറയുന്ന കിതാബിലാണ് ഉള്ളത്. അപ്പം അതിൽ ആ രണ്ട് വചനങ്ങളുടെയും സനദ് ദുർബലമാണെന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ള മൻ ശരിബൽ മാ അലരീഖി ഇൻതഖസത് ഖുവ്വതുഹു എന്ന് പറയുന്ന വചനം ഇമാം തബറാനി തൻ്റെ ഔസത്തിലാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. പക്ഷേ വഫീഹി മുഹമ്മദ് ബിൻ മഖ്ലദ് അർ-റുഐനി, അതിൻ്റെ സനദിൽ മുഹമ്മദ് ബിൻ മഖ്ലദ് അർ-റുഐനി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. വഹുവ ലഈഫുൻ, അദ്ദേഹം ദുർബലനാണ് എന്ന് മഹാനായിട്ടുള്ള ഇമാം അബുൽ ഹസൻ നൂറുദ്ദീൻ അൽ ഹൈസമി ഹിജ്റ 807 വഫാത്തായ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ മജ്മഉ സവായിദ് വ മംബഉൽ ഫവായിദ് എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ചുരുക്കത്തിൽ പറയാനുള്ളത്, ഇത്തരം വചനങ്ങളൊക്കെ തന്നെയും ദുർബലമാണ്, സഹീഹല്ല. അതുകൊണ്ട് തന്നെ അത് പ്രവാചകൻ പറഞ്ഞതായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.